പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് ബ്രോക്കിൻ്റെ പുതിയ ഒരു പിക്ചർ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്രോക്കിൻ്റെ ആ പിക്ചർ കാണുമ്പോൾ ബ്രോക്ക് ആ ഫിസിക്കൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ബ്രോക്ക് കൗബോയ് ക്യാരക്ടറിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോഴും ആസ്വദിക്കുന്നത്. ബ്രോക്ക് ലെസ്നറുടെ ആരാധകരുണ്ടെങ്കിൽ ബ്രോക്കിൻ്റെ ഈ ഒരു പിക്ചർ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നലെ നടന്ന NXTയുടെ റോഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൽ നടന്നിട്ടുള്ള ചില സ്റ്റോറി ലൈൻ അപ്ഡേഷൻസിനെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഹാർഡി ബോയ്സിനെ സംബന്ധിച്ചാണ്. ഹാർഡി ബോയ്സിൻ്റെ കൈവശമുള്ള TNAയുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഹാർഡി ബോയ്സ് ഫ്രാക്സിയം എന്ന് പറയുന്ന നിലവിലെ NXTയുടെ ടാഗ് ടീം ചാമ്പ്യന്മാർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുകയുണ്ടായി. മത്സരത്തിൽ ഹാർഡി ബോയ്സിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ഹാർഡി ബോയ്സിൻ്റെ അവസാന WWEന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ NXTക്ക് വേണ്ടിയിട്ടുള്ള മത്സരം അല്ല NXTയിൽ നടന്നത് എന്നുള്ളതും ഹാർഡി ബോയ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇനിയും NXTയിൽ അപ്പിയർ ചെയ്യാനും അതിലൂടെ മെയിൻ റോസ്റ്ററിലേക്ക് ഒരു വരവ് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. TNA റെസ്ലിംഗുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ള സമയത്ത് തന്നെ WWEയിൽ ആക്റ്റീവായിട്ട് സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഹാർഡി ബോയ്സിനെ സംബന്ധിച്ച് NXTയുടെയും മെയിൻ റോസ്റ്ററിൻ്റെയും ക്രിയേറ്റീവ് ടീമിന് നിലവിൽ പദ്ധതികൾ ഉള്ളത് എന്നാണ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് ദ ഷീൽഡിൻ്റെ 2.0 വെർഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ NXTയിലേക്ക് അപ്പിയർ ചെയ്തിട്ടുള്ള പുതിയ ഫാക്ഷൻ അവർ ജിവോൺ എവൻസ് എന്ന റെസ്ലറിനെ ഇന്നലത്തെ NXT എപ്പിസോഡിൽ ബ്രൂട്ടലായി ആക്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. ജിവോൺ എവൻസ് ഈതൻ പേജ് എന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തിയ ഉടനെ തന്നെയാണ് ഈ പുതിയ ഫാക്ഷൻ വന്നിട്ട് ജിവോൺ എവൻസിനെ പരാജയപ്പെടുത്തുന്നത്. ഷീൽഡിൻ്റെ പുതിയ വെർഷൻ അത് ഇതുവരെ അതിൻ്റെ ഉള്ളിലെ മെമ്പേഴ്സിൻ്റെ പേരോ മറ്റ് ഡീറ്റെയിൽസോ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി വരുന്ന NXT എപ്പിസോഡ്സ് കിടിലമായിട്ടുള്ള സെഗ്മെൻറ്റുകൾ ഇവർക്ക് പിന്നെയും നൽകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. NXTയുടെ റോഡ് ബ്ലോക്ക് എന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ NXT ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ NXTയുടെ വുമൺസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പും ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈറ്റിൽ വേഴ്സസ് ടൈറ്റിൽ മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നിലവിലെ NXT വുമൺസ് ചാമ്പ്യനായ ജൂലിയ എന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്റ്റെഫനി വേക്കർ പുതിയ NXTയുടെ ചാമ്പ്യൻ, അതായത് വുമൺസിൻ്റെ ചാമ്പ്യനും വുമൺസിൻ്റെ തന്നെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനും രണ്ട് ചാമ്പ്യൻഷിപ്പ് ഒരേ സമയം കൈവശപ്പെടുത്തുന്ന റെസ്ലറായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റെഫനി വേക്കർ എന്തുകൊണ്ട് ജൂലിയ എന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏക ഉത്തരം ജൂലിയ എന്ന റെസ്ലറിന് യഥാർത്ഥ ഇഞ്ചുറി മുൻപേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താരത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് മറ്റൊരു റെസ്ലറിലേക്ക് കൊടുക്കണമെന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് സ്റ്റെഫനി വേക്കറിനെ ആ ഡ്രീം മാച്ച് കളിപ്പിച്ച് സ്റ്റെഫനി വേക്കറിനെ വിജയിപ്പിച്ച് ചാമ്പ്യൻ ആക്കിയത്. ജൂലിയ ഇനി സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റിക്കവറി എടുത്തതിന് ശേഷം മാത്രമേ തിരികെ വരികയുള്ളൂ. സ്റ്റെഫനി വേക്കറിൻ്റെ കൈവശത്ത് നിന്ന് ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് ഈ അടുത്ത് തന്നെ പോകാനും സാധ്യതകളുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് എന്നായിരുന്നു സെത്ത് റോളിൻസിനെ WWEയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേര്. അതിൽ നിന്ന് ഫ്രീക്കിംഗ് എന്ന് പറയുന്ന പേര് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. സെത്ത് റോളിൻസ് എന്നുള്ളൊരു പേര് മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. സെത്തിൻ്റെ മാത്രമല്ല ഡേർട്ടി ഡൊമിനിക് മെയ്സ്റ്റീരിയോ എന്ന് അവർ ഒഫീഷ്യൽ പേജിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ പേരും ഡൊമിനിക് മെയ്സ്റ്റീരിയോ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ ബിഗ് ബ്രോൺസൺ റീഡ് എന്നുള്ളൊരു പേര് മാറ്റി ബ്രോൺസൺ റീഡ് എന്ന് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗിമ്മിക്ക് അവരുടെ ക്യാരക്ടറിന് അനുസരിച്ചുള്ള ആ നിക് നെയിമുകളൊന്നും അവരുടെ പേരിന് കൂടെ ഇനി ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ അപ്ഡേറ്റ് JD മക്ഡോണ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. JD മക്ഡോണയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി നേരിട്ട് JD മക്ഡോണ റോ എപ്പിസോഡിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് അവസാനമായി JD മക്ഡോണയെ സംബന്ധിച്ച് കേൾക്കാൻ സാധിച്ച ഒരു അപ്ഡേറ്റ്. JD മക്ഡോണ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ JD മക്ഡോണയുടെ ഭാവി എന്തെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. JD മക്ഡോണ പറയുന്നത് തനിക്ക് തോന്നുന്നത് അടുത്ത മാസം തനിക്ക് തിരികെ വരാൻ സാധിക്കും എന്നുള്ളതാണ്. അതിലാണ് തൻ്റെ വിശ്വാസം എന്നുള്ളതും JD മക്ഡോണ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ WWEയുടെ മെഡിക്കൽ ടീം പറയുന്നതിന് അനുസരിച്ച് മാത്രമേ റിങ്ങിലേക്ക് തനിക്ക് കയറാൻ സാധിക്കൂ എന്നുള്ളതും JD മക്ഡോണ പറയുന്നുണ്ട്. ഇതുവരെ റിങ്ങിലേക്ക് ആ ഇഞ്ചുറി പറ്റിയതിന് ശേഷം കയറിയിട്ടില്ല. ഇനി റിങ്ങിൽ കയറിയാൽ മാത്രമാണ് ഓരോ മൂവുകളും ചെയ്യുമ്പോൾ തനിക്ക് ഇനിയും വേദനയുണ്ടോ എന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതും JD മക്ഡോണ പറയുകയുണ്ടായി.
JD മെക്ഡോണ ജഡ്ജ്മെൻ്റ് ഡേയിലെ കിടിലനായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവം ജഡ്ജ്മെൻ്റ് ഡേ സ്റ്റോറിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. JD മെക്ഡോണയുടെ തിരിച്ചുവരവ് ജഡ്ജ്മെൻ്റ് ഡേയിൽ പുതിയ ട്വിസ്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. JD മെക്ഡോണയുടെ തിരിച്ചുവരവിന് എത്ര കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ് അലക്സ ബ്ലിസിനെ സംബന്ധിച്ചാണ്. അലക്സ ബ്ലിസിന് റസൽമേനിയ 41 വലിയൊരു സ്പോട്ട് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് റസൽ വോട്സ് അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്. അലക്സ ബ്ലിസിനെയും വൈറ്റ് സിക്സിനെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബിഗ് സ്പോട്ടായിരിക്കും റസൽമേനിയ 41 നമുക്ക് കാണാൻ സാധിക്കുക. അത് മത്സരമാണോ മറ്റ് സെഗ്മെൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വൈറ്റ് സിക്സ്, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ സ്റ്റോറി അത് റസൽമേനിയ 41 ബിഗ് സ്പോട്ടിലേക്ക് പോകുമ്പോൾ അലക്സ ബ്ലിസ് വൈറ്റ് സിക്സിൻ്റെ ആ ഒരു മെമ്പർ എന്നുള്ള ഒരു റിവീൽ നടത്താനായിരിക്കും സാധ്യത കൂടുതലുള്ളത്. അലക്സ ബ്ലിസ് ചിലപ്പോൾ അങ്കിൾ ഹൗഡിയുടെ കൂടെ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിക്കി ക്രോസും അലക്സ ബ്ലിസും ടീമായിക്കൊണ്ടുള്ള മത്സരങ്ങളും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഒരു ബിഗ് സ്പോട്ട് വൈറ്റ് സിക്സിനും അലക്സ ബ്ലിസിനും റസൽമേനിയ 41 കാത്തിരിക്കുന്നുണ്ടെന്നാണ് റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് WWE ഹോൾ ഓഫ് ഫെയിമറായ ദി അണ്ടർടേക്കർ ഇനി ഒരിക്കലെങ്കിലും റസ്ലിംഗ് റിങ്ങിലേക്ക് കയറാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അണ്ടർടേക്കർ തന്നെ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന് ഇനി യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ടേക്കർ WWEയുടെ പ്രോഗ്രാമുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്, ബാക്ക് സ്റ്റേജ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. കൂടാതെ യങ് ടാലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷോകളിൽ അവരുടെ ഒരു ലെജൻഡ് എന്നുള്ളൊരു രീതിയിൽ അണ്ടർടേക്കർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇക്കഴിഞ്ഞ NXTയുടെ റോഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൽ NXTയുടെ ചാമ്പ്യനായ ഒബാഫെമിയെയും ബാക്ക് സ്റ്റേജിൽ അണ്ടർടേക്കർ മീറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അണ്ടർടേക്കർ ബാക്ക് സ്റ്റേജിൽ വളരെ ആക്റ്റീവാണ്. പക്ഷേ റിങ്ങിലേക്ക് ഇനി ഒരിക്കൽ കയറില്ല, ഇനി ഒരിക്കൽ കൂടി തനിക്ക് അതിന് പറ്റില്ല എന്നുള്ളത് അണ്ടർടേക്കർ തറപ്പിച്ച് പറയുന്നുണ്ട്. ടേക്കറിൻ്റെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.